ഒരു ചരിത്ര ഗ്രന്ഥം എന്ന രീതിയിൽ ഈ പുസ്തകത്തെ സുപ്രധാനമാക്കി മാറ്റുന്ന മൂന്ന് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ ആദ്യമായി ഈ പുസ്തകത്തിന്റെ ഒരു വൈഡർ പ്രൊജക്റ്റിനെ കുറിച്ച് പറയാം. ഈറ്റണ് ഈ പുസ്തകത്തിനകത്ത് സംസാരിക്കുന്നത് 1000 മുതൽ 1765 വരെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ചാണ് ഈറ്റൻ ഈ പുസ്തകത്തിൽ സംസാരിക്കുന്നത്. പക്ഷെ ഈറ്റന്റെ ഈ ഒരു ഹിസ്റ്ററിക്കൽ ക്രാഫ്റ്റ് വളരെ സുപ്രധാനമാക്കി മാറ്റുന്നതിൽ പല ഘടകങ്ങളുണ്ട്. അതില് 3 കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പൊതുവെ ഇന്ത്യയുടെ ചരിത്രം എഴുതപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പൊതുവെ സൗത്ത് ഏഷ്യയുടെ ദക്ഷിണേഷ്യയുടെ ചരിത്രം എഴുതപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചില സുപ്രധാനമായ സ്റ്റീരിയോ ടൈപ്പുകളെ കുറിച്ച്, അല്ലെങ്കിൽ വാർപ്പ് മാതൃകകൾ പൊളിച്ചെഴുതുക എന്നുള്ളതാണ് തന്റെ ഈ ഒരു ഹിസ്റ്ററിക്കൽ ക്രാഫ്റ്റിന്റെ ലക്ഷ്യമെന്ന് ഈറ്റൻ തന്റെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇന്ത്യ എന്ന രാഷ്ട്രത്തെ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഈ ഒരു ഭൂപ്രകൃതിയെ, ജിയോഗ്രഫിക്കൽ സ്പേസിനെ എങ്ങനെ നമുക്ക് ഇമേജിൻ ചെയ്യാം എന്നുള്ളതാണ് ഈറ്റന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈറ്റൻ അങ്ങനെ ചോദിക്കുന്നതിനുള്ള ഒരു കാരണം, പൊതുവെ വളരെ റീസെന്റ് ആയിട്ടുള്ള നമുക്കറിയാവുന്ന പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് ഇമേജിൻ ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ സാംസ്കാരിക, അല്ലെങ്കിൽ ഇന്ത്യയുടെ പൈതൃകം എന്ന് പറയുന്നത് സവിശേഷമായിട്ടുള്ള ഒരു സംസ്കൃത പൈതൃകമാണെന്നുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള ചരിത്രത്തിന്റെ മാറ്റിപ്പണിയലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്നുള്ള ഒരു ഭൂപ്രകൃതിയെ എങ്ങനെ നമുക്ക് ഇമേജിൻ ചെയ്യാമെന്നും അവിടെയുള്ള വ്യത്യസ്ത മതസമൂഹങ്ങൾ, അവർ മുസ്ലിങ്ങളാവട്ടെ, ഹിന്ദുക്കളാവട്ടെ, അല്ലെങ്കിൽ ജൂതന്മാരാകട്ടെ, പാർസി മതക്കാരാകട്ടെ, ഇങ്ങനെയുള്ള വ്യത്യസ്ത മതസമൂഹങ്ങളും അവരുടെ ചരിത്രപരമായ സംഭാവനകളെയും എങ്ങനെ നമുക്ക് ചരിത്രത്തിനകത്ത് കൊണ്ടുവരാം എന്നുള്ളതാണ് ഈറ്റന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം ഈറ്റൻ ചിന്തിക്കുന്നത്, പൊതുവെ ഇന്ത്യയുടെ ചരിത്രം എഴുതുന്ന, അല്ലെങ്കിൽ പരമ്പരാഗത ഹിസ്റ്ററിക്കൽ റൈറ്റിങ്ങിനകത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു റിനൈസൻസ് ഉണ്ടാകുന്നത് 18ാം നൂറ്റാണ്ട് മുതലാണ്. എന്ന് പറഞ്ഞാൽ കൊളോണിയൽ അധികാരം ഇന്ത്യയിൽ കൈവരികയും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള പല രീതിയിലുള്ള മാറ്റങ്ങളുമാണ് യഥാർത്ഥത്തിൽ നിലവിലുള്ള ആധുനിക ഇന്ത്യയെ സൃഷ്ടിച്ചതെന്നും ഇന്ത്യയിലുള്ള പല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയതും ഈ ഒരു 18ാം നൂറ്റാണ്ട് മുതലാണെന്നും ഉള്ളതാണ് പരമ്പരാഗതമായ ചരിത്രമെഴുത്തുകൾ ഇന്ത്യയെ കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ വരുമ്പോൾ 18ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഇന്ത്യയുടെ ചരിത്രം എന്തായിരുന്നു? അതിനകത്ത് വിവിധ മതസമൂഹങ്ങൾ, അല്ലെങ്കിൽ വിവിധ രാജാക്കന്മാർ, മുഗൾ അടക്കമുള്ള വിവിധ എംപയറുകൾ, ഇവരുടെയൊക്കെ സംഭാവനകൾ എന്തായിരുന്നു എന്നും അവരൊക്കെ പുറന്തള്ളപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ഒരു ചരിത്രമെഴുത്തിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതുമാണ് ഈറ്റന്റെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ഒരു ചോദ്യം ഈറ്റൻ ഈ പുസ്തകത്തിനകത്ത് ചോദിക്കുന്നത്, എങ്ങനെ നമുക്ക് ഇന്ത്യ എന്നുള്ള, അല്ലെങ്കിൽ സൗത്ത് ഏഷ്യ എന്നുള്ള ഒരു ഭൂപ്രകൃതിയെ ഇമേജിൻ ചെയ്യാം എന്നുള്ളതിന്റെ അതിന്റെ ജിയോഗ്രഫിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നുള്ള രാഷ്ട്രം കാലങ്ങളായിട്ട് ഇന്ത്യ എന്നുള്ള രാഷ്ട്രം തന്നെയായിരുന്നു. മറിച്ച് വിവിധ മതസമൂഹങ്ങൾ, അല്ലെങ്കിൽ വിവിധ ദേശങ്ങളിലുള്ള സമൂഹങ്ങൾ, ഉദാഹരണം പറയുന്ന അറബികൾ, അല്ലെങ്കിൽ ആഫ്രിക്കൻസ്, ഇവരുമായുള്ള ഇന്ത്യൻ മഹാസമുദ്രവുമായും മറ്റുമുള്ള ഇവരുടെ കൈമാറ്റത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ചരിത്രം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പൊതുവെ പരമ്പരാഗതമായ ചരിത്രമെഴുത്തുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഇന്ത്യയുടെ പരമ്പരാഗതമായ ചരിത്രമെഴുത്തിൽ ഉണ്ടായത് കൊണ്ട് തന്നെ എങ്ങനെ ഇതിനപ്പുറമുള്ള ഒരു ചരിത്രം രചിക്കാം എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഈറ്റന്റെ ഈ ഒരു പുസ്തകത്തിന്റെ ക്രാഫ്റ്റ് രൂപപ്പെടുന്നത്. ഇതിനകത്ത് ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് ഈറ്റൻ മുന്നോട്ട് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഈറ്റൻ നിലവിലുള്ള ചരിത്രത്തിനകത്ത് ചരിത്രത്തിന്റെ ക്രാഫ്റ്റുകളുടെ സുപ്രധാനമായ ഒരു പ്രശ്നത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഈറ്റൻ പറയുന്നത്, റിലീജൻ എന്നുള്ള ഒരു സംജ്ഞയെ പൊതുവെ പരമ്പരാഗത ചരിത്രകാരന്മാർ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈറ്റന്റെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, അല്ലെങ്കിൽ ഈറ്റൻ അങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, പൊതുവെ ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി ഇന്ത്യയുടെ ചരിത്രം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മുഖ്യധാര ചരിത്രം എന്നുള്ളത് ഒരു ഹിന്ദു ചരിത്രമായിട്ട് ഇമേജിൻ ചെയ്യുകയും, അല്ലെങ്കിൽ ഇന്ത്യ ഒരു സംസ്കൃത പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഒരു ദേശമായിട്ട് ഇമേജിൻ ചെയ്യുകയും, അതിന്റെ ഭാഗമായി 12ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ്, വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, അവർ ഒരു പക്ഷേ ഓട്ടോമൻ അല്ലെങ്കിൽ തുർക്കിഷ് കോണ്ടെക്സ്റ്റിൽ നിന്നാവാം, അല്ലെങ്കിൽ ഒരു
അറേബ്യൻ കോണ്ടെക്സ്റ്റിൽ നിന്നുള്ള ആളുകളാകാം. ഇങ്ങനെ വിവിധ ജിയോഗ്രഫിക്കൽ സ്പേസിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ കുടിയേറുകയും ഇവിടെ ഇവിടെ എംപയറുകൾ സ്ഥാപിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് 12ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയുടെ ചരിത്രം എന്നുള്ളത് ഒരു അധിനിവേശത്തിന്റെ ചരിത്രമാണെന്നുള്ള ഒരു ചരിത്രമേത്താണുള്ളത്. ഇങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ഇന്ത്യൻ സാംസ്കാരികതയെ ഇവർ ഇമേജിൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിവിധ ആളുകൾ അധിനിവേശം ചെയ്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള പുറന്തള്ളലുകളുടെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഒരു സാംസ്കാരികതയായിട്ടാണ് പൊതുവെ ആളുകൾ ഇമേജിൻ അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ഇന്ത്യയിലെ മതസമൂഹങ്ങൾ എന്ന് പറയുന്നത് വിവിധ രീതികളായി ഭിന്നിക്കപ്പെട്ട മതസമൂഹങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. അങ്ങനെയല്ലാതെ പൊതുവെ ഇവിടെയുള്ള വിവിധ മതസമൂഹങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെയും മതസൗഹാർദ്ദവും എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് ഇത്തരം ചരിത്രങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഈ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ രൂപപ്പെട്ടു, ഇന്ത്യ എന്നുള്ള ദേശത്തെ മതങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ എങ്ങനെ ഒരു നിറഞ്ഞ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന, എന്നാൽ ഈ വൈവിധ്യങ്ങൾക്ക് അപ്പുറത്ത് എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് ഈറ്റൻ ചോദിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സുപ്രധാനമായിട്ടുള്ള 2 സംജ്ഞകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ പേർഷ്യനേറ്റ് ഏജ് എന്നുള്ള ഒരു സംജ്ഞ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ 12ാം നൂറ്റാണ്ട് മുതലുള്ള ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് പേർഷ്യനേറ്റ് കോസ്മോപോളിസിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു. എന്താണ് പേർഷ്യനേറ്റ് കോസ്മോപോളിസ്? പേർഷ്യനേറ്റ് കോസ്മോപോളിസ് എന്ന് പറയുന്നത് ഇതിനകത്ത് അദ്ദേഹം ഊന്നി പറയുന്ന ഒരു ഭാഷ പേർഷ്യൻ എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് പേർഷ്യൻ ഭാഷയിൽ നിന്ന് മുന്നോട്ട് പോയി വിവിധ പേർഷ്യൻ ഭാഷയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന വിവിധ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. അവർ സൗത്ത് ഏഷ്യയിലാകാം, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാകാം, ഈസ്റ്റ് ഏഷ്യയിലാകാം, മിഡിൽ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ നിന്നുള്ള ആളുകളാവാം. ഇവിടെ നിന്നുള്ള ആളുകളെല്ലാം ഇന്ത്യയിലേക്ക് വരികയും അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള വിവിധ അധികാര പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലേക്ക് വരികയും അവരുടെ പല രീതിയിലുള്ള സാംസ്കാരികതകൾ രാജാക്കന്മാരിലൂടെ ആകാം, അല്ലെങ്കിൽ പല സൂഫി പ്രസ്ഥാനങ്ങളിലൂടെ ആകാം, അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള ടെക്സ്റ്റുകളിലൂടെ ആകാം, ലിറ്റററി കൾച്ചറുകളിലൂടെ ആവാം. ഇവരെല്ലാം ഇത്തരത്തിലുള്ള പല സംഗതികൾ ഇന്ത്യയിലേക്ക് വരികയും അതിന്റെ ഭാഗമായിട്ട് പേർഷ്യൻ ലാംഗ്വേജിൽ ഊന്നി നിന്നുകൊണ്ട്, എന്നാൽ അതിന്റെ വിവിധ രീതിയിലുള്ള റീപ്രൊഡക്ഷനിലൂടെ ഇന്ത്യയിൽ ഒരു പേർഷ്യനേറ്റ് സാംസ്കാരികത രൂപപ്പെടുകയും 12ാം നൂറ്റാണ്ട് മുതൽ രൂപപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് ഈറ്റൻ സൂചിപ്പിക്കുന്നത്. ഈ പേർഷ്യനേറ്റ് സാംസ്കാരികത തന്നെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഒരു സംസ്കൃത സിവിലൈസേഷനുമായിട്ട്, അല്ലെങ്കിൽ ഷെൽഡൻ പുള്ളൊക്കെ പറയുന്ന പോലെ ഒരു സംസ്കൃത കോസ്മോപോളിസുമായിട്ട്, അല്ലെങ്കിൽ സംസ്കൃത സാഹിത്യ ലോകവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ഈ പരസ്പരമുള്ള ഈ 2 സാംസ്കാരിക ലോകങ്ങൾ, പേർഷ്യൻ സാംസ്കാരിക ലോകവും സംസ്കൃത സാംസ്കാരിക ലോകവും തമ്മിലുള്ള കൈമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലുള്ള നിലവിലുള്ള സാംസ്കാരികതയും സാമൂഹികതയും രൂപപ്പെട്ടത് എന്നുള്ളതാണ് ഈറ്റൻ ഈ പുസ്തകത്തിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ്. ഈ ഒരു ആർഗ്യുമെന്റ് തന്നെയാണ് ഒരർത്ഥത്തിൽ ഈ പുസ്തകത്തെ സുപ്രധാനമാക്കി മാറ്റുന്നത്. കാരണം നമുക്കറിയാവുന്ന പോലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് വലിയ രീതിയിലുള്ള ചരിത്രത്തിന്റെ മാറ്റിപ്പണിയലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ മതസമൂഹങ്ങളെ ഒറ്റപ്പെട്ട വിഭാഗങ്ങളായിട്ട് ഇമേജിൻ ചെയ്യുന്ന നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് ഈ പുസ്തകം റെലവന്റ് ആകുന്നതും ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ വിവിധ മതസമൂഹങ്ങളെ ഒറ്റപ്പെട്ട യൂണിറ്റുകളായി ചിന്തിക്കുന്നതിന് പകരം പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഈ ഒരു മത സ്വത്വത്തിനപ്പുറം ഒരു നിറഞ്ഞ വിശാലതയുള്ള, അല്ലെങ്കിൽ പരസ്പരം സഹകരണത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വൈഡർ സോഷ്യാലിറ്റിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകുമെന്നുള്ള ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു പുസ്തകവും ഒരു ചരിത്ര ഗ്രന്ഥവുമാണിത്. ഇത്തരം ഒരു പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബുക്ക് പ്ലസ് ഈ പുസ്തകത്തിന്റെ വിവർത്തന കർത്തവ്യം ഏറ്റെടുക്കുകയും KP മൻസൂർ അലി ഈ പുസ്തകത്തിന്റെ വിവർത്തനം കഴിഞ്ഞ വർഷം പൂർത്തീകരിക്കുകയും ചെയ്തു. നിലവിലുള്ള സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് നിരന്തരം ചരിത്രത്തെ ഓർമ്മിപ്പിക്കുകയും നമ്മുടെ ചരിത്രം വീണ്ടും വീണ്ടും ഓർത്തെടുക്കുകയും ചെയ്യുന്നിടത്തു നിന്നാണ് നമുക്ക് നമ്മുടെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിനോട് പ്രതികരിക്കാനാവുക. ആ അർത്ഥത്തിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഈ ചരിത്ര ദൗത്യത്തിന്റെയും രാഷ്ട്രീയ ദൗത്യത്തിന്റെയും ഭാഗമാവണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി.